നാട് മൊത്തം നിന്ന് കത്തുന്നു. സ്റ്റേജ് സംവിധാനങ്ങളെല്ലാം തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ. എക്സിറ്റ് റോഡുകളിലെല്ലാം ഗതാഗതക്കുരുക്ക്. വീടുകളും വണ്ടികളും ആളുകളും കത്തുന്നു. അതിനിടയിലൂടെ നിങ്ങൾക്ക് ഒരു ബസ് കൊണ്ടുപോകണം. വെറുതെ പോകുന്നതല്ല, 22 കുട്ടികളെയും ആ സ്കൂളിലെ ടീച്ചറായ മേരിയെയും കൊണ്ടാണ് നിങ്ങൾ ഈ ക്യാമ്പ് ഫയറിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. കത്തിചാമ്പലായിക്കൊണ്ടിരിക്കുന്ന ഈ മിഷനിലെ നിങ്ങളുടെ ഉത്തരവാദിത്വം അതിഭീകരമാണ്. നിങ്ങളാണ് ഡ്രൈവർ കെവിൻ മെക്കെ. 2018 ലോകത്ത് ഞെട്ടിച്ച കാലിഫോർണിയൻ ക്യാമ്പ് ഫയറിനെ അടിസ്ഥാനമാക്കി ലിസി ജോൺസൺ എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, പാരഡൈസ്, വൺ ടൗൺ സ്ട്രഗിൾ ടു സർവൈവ് ആൻ അമേരിക്കൻ വൈൽഡ് ഫയർ. അതിനെ ബേസ് ചെയ്ത സിനിമയാണ് ദ ലോസ്റ്റ് ബസ്. മാത്യു മെക്കോൺഹേ ആണ് പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത്. സാധാരണക്കാരനായ ബ്രെഡ് വിന്നറായ കഥാപാത്രത്തിൽ അഭിനയിക്കുമ്പോൾ മാത്യു മെക്കോൺഹേയുടെ മിടുക്ക് ഇൻഡസ്റ്റെല്ലാവരും നമ്മൾ കണ്ടതാണ്. ഇതിലും കെവിന്റെ ഇമോഷണൽ ലെയർ ഗംഭീരമാണ്. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും സെറ്റ് ചെയ്യുന്നതിനുള്ള റോ ഹ്യൂമൻ നേച്ചർ, കൃത്യമായ ഇടവേളകളിൽ വരുന്ന ടെൻഷൻ ബിൽഡിംഗ് സീക്വൻസുകൾ, ഗംഭീര വിഷ്വൽ, സിനിമാറ്റോഗ്രഫി, എഡിറ്റ് ആൻഡ് VFX ഡിപ്പാർട്ട്മെന്റ്, മൈൻഡ് ബ്ലോയിങ് മൊമെന്റ്സ് ആണ് സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. ഫിയർ ആൻഡ് കറേജ്, ഭയത്തിനും ധൈര്യത്തിനും ഇടയിലുള്ള നേർത്ത വര വളരെ സെൻസിറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ ഏത് സൈഡ് തിരഞ്ഞെടുക്കുന്നു എന്നതും അയാളുടെ ഹീറോയിക് ക്ലോഷറും പ്യുവർ അഡ്രിനാലിനാണ്. ഈ വർഷം ഇറങ്ങിയതിൽ മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദി ലോസ്റ്റ് ബസ്. ആപ്പിൾ TV സിനിമ അവൈലബിൾ ആണ്. തീർച്ചയായും കാണും.